പഴക്കമുണ്ട്. ചരിത്രകാരന്മാരെ കുഴപ്പത്തിലാക്കുന്ന അതിനോളം പോകുന്ന ഒരു ചോദ്യവും ഇതുവരെ ഉയർന്നിട്ടില്ല. എന്നാൽ ഈ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകൻ സഹി ഹവാസ്. ഈജിപ്തിലെ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയ്ക്കുള്ളിൽ കണ്ടെത്തിയ ഒരു ചുവരെഴുത്തിൽ നിന്നാണ് ഈ സുപ്രധാന വിവരം ലഭിച്ചിരിക്കുന്നത്. ഈജിപ്തിലെ കഥ ആകെ പൊളിച്ചെഴുതുന്ന നിർണായക കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിച്ചത് ഈജിപ്തിലെ 4ാം രാജവംശത്തിലെ ഫറോവോ കുഫുവിൻ്റെ ശവകുടീരമായിട്ടാണ്. ഈജിപ്തിലെ ഗിസയ്ക്കുള്ളിലെ പിരമിഡ് കോംപ്ലക്സിലെ 3 പിരമിഡുകളിൽ ഏറ്റവും വലിപ്പമേറിയ പിരമിഡാണ്. ഈജിപ്തിലെ ഏറ്റവും വലിയ ശില്പങ്ങളിൽ ഒന്നായ ഈ പിരമിഡ് ലോകത്തിലെ പുരാതന അത്ഭുതങ്ങളിൽ ഒരെണ്ണമാണ്. ഏകദേശം 4500 വർഷത്തെ പഴക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ ഗിസ പിരമിഡിനെ. കുഫു എന്ന ഫറോവയുടെ കാലത്ത് നിർമ്മിച്ചതാണ്. നിലവിലുള്ളതിൽ ഏറ്റവും വലിപ്പമേറിയ പിരമിഡാണ്. 1,00,000 അടിമകൾ 20 വർഷം കൊണ്ട് അഹോരാത്രം പണിയെടുത്ത് പൂർത്തിയാക്കിയതാണ് ഗിസ പിരമിഡ് എന്നതാണ് ഗ്രീക്ക് പുരാണങ്ങളിലും നാടോടി കഥകളിലും എല്ലാം ആവർത്തിച്ച് പറയുന്നത്. പുരാതന ഗ്രീക്ക് പണ്ഡിതന്മാരുടേതായി പുറത്തു വന്ന ചില പഠനങ്ങളിലും ഈ വാദം സാധൂകരിക്കുന്ന തെളിവുകളും ഉണ്ടായിരുന്നു. പിരമിഡിൻ്റെ നിർമ്മാണ കാലയളവിൽ അടിമകൾക്ക് അധികൃതർ അവധി പോലും നിക്ഷേപിച്ചിരുന്നു എന്ന്. ഓരോ അടിമയെക്കൊണ്ടും വിശ്രമമില്ലാതെ അതികഠിനമായി ജോലി ചെയ്യിപ്പിച്ചിരുന്നു പുരാതന ലിഖിതങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗിസ പിരമിഡിന് പിന്നിലെ ഒരു നിർമ്മാണ തൊഴിലാളി പോലും അടിമയായിരുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ തെളിവുകൾ പുറത്തുവരുന്നത്. അതിസൂക്ഷ്മമായ വലയത്തിൽ നിന്ന് അതിവിദഗ്ധരായ ദിവസവേതനക്കാരെ കൊണ്ട് അതിവിദഗ്ധരായ ശില്പികളെ കൊണ്ട് ഗിസ പിരമിഡ് പണിതുയർത്തുകയായിരുന്നു എന്നാണ് നിർണായക കണ്ടുപിടുത്തം. ഈജിപ്റ്റോളജിസ്റ്റായ ഡോക്ടർ സാഹി ഹവാസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നത്. ഗിസ പിരമിഡിനുള്ളിൽ കിങ് ചേംബർ എന്ന രാജാവിൻ്റെ അറയ്ക്കുള്ളിലാണ് ഈ നിർണായക രേഖ സൂചിപ്പിക്കുന്ന രേഖകൾ ഉണ്ടായിരുന്നത്. ഈജിപ്റ്റോളജിസ്റ്റുകൾക്ക് മാത്രം ഈ ലിഖിതങ്ങൾ വായിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ലിഖിതങ്ങൾ ഉള്ളത്. കനത്ത പാറകൾക്ക് മുകളിൽ വരച്ചിരിക്കുന്ന ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂടിക്കലർന്നവയാണ് ഇവ. ഇമോജിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് സഖിയും കൂട്ടരും ഈ ലിഖിതങ്ങൾ വായിച്ചെടുത്തത്. കിങ് ചേംബറിൻ്റെ ഈ ഭാഗത്തേക്ക് ഇതിനു മുമ്പ് മനുഷ്യർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഇടുങ്ങിയ വാതിലുകളും അറകളുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരും എഴുതി ചേർത്തതെന്ന് പറയാനാവില്ല. അങ്ങനെ എഴുതി ചേർക്കുകയാണെങ്കിൽ തീരെ മിനുസപ്പെടുത്താത്ത ഭിത്തിയിൽ 45 അടിയോളം വലിഞ്ഞു കയറി വേണം എഴുതി ചേർക്കാനായിട്ട്. ശ്വാസം പോലും കടക്കാത്ത അറകളിലൂടെ ഇഴഞ്ഞു നീങ്ങി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ തന്നെയാണ് നിർമ്മിച്ചത് എന്ന നിഗമനത്തിലെത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞത്. പിരമിഡിൻ്റെ തെക്കുവശത്ത് ചില ശവകുടീരങ്ങൾ സഖിയും സംഘവും കണ്ടെത്തിയിട്ടുണ്ട്. പിരമിഡുകൾ നിർമ്മിച്ചത് അടിമകളല്ല എന്ന് സാധൂകരിക്കുന്ന ഏറ്റവും കൃത്യമായ തെളിവുകളാണ്. കല്ലുമാറ്റുന്ന തൊഴിലാളികളുടെ ചിത്രം അവലേഖനം ചെയ്യുന്ന കല്ലറകളായിരുന്നു ഇവ. ഇവയിലെയൊക്കെ കരകൗശലക്കാരൻ എന്നൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുറിപ്പുകളാണ് പിരമിഡ് പണിതത് അതിശ്രേഷ്ഠമായ ശില്പികളാണെന്ന് ഗവേഷകർ എത്തുന്നത്. പിരമിഡുകളുടെ നിർമ്മാണം അടിമകളായിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും പിരമിഡിന് അടുത്ത് അടക്കം ചെയ്യില്ല എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തലുകൾ. ഈജിപ്തിലെ ഗിസയിലെ പിരമിഡുകൾ അടിമകളല്ല പണിതതെന്ന് മാത്രം ശരിവെക്കുന്ന പുതിയ തെളിവുകൾ പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. പിരമിഡ് പണിത തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം നൽകിയിരുന്നു എന്നും അവർക്ക് മാംസവും ഭക്ഷണവും ബിയറും ഒക്കെ കൊടുത്തിട്ട് നൽകിയിരുന്നതായിരുന്നുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ പിരമിഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള നിലവിലെ ധാരണകളെ മാറ്റിയിരിക്കുകയാണ്. ഈ പിരമിഡ് നിർമ്മിച്ചത് അടിമകളല്ല എന്നും കൂലിപ്പണിക്കാർ ആണെന്നും ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകനായ സഹി ഹവാസ് പറയുകയാണ്. പിരമിഡിനോടും അനുബന്ധിച്ചുള്ള തൊഴിലാളികളുടെ ശവകുടീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം ഉണ്ട്. പിരമിഡുകൾ എങ്ങനെ നിർമ്മിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ ഗവേഷണ സംഘം കണ്ടെത്തി. പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ചുണ്ണാമ്പ് കല്ല് 1000 അടി കനിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണെന്നും വടം കെട്ടി വലിച്ച് നിർമ്മാണ സ്ഥലത്ത് എത്തിക്കും. ഈ ഭാഗത്തു നിന്ന് നടത്തിയ പഠനങ്ങളിൽ നിന്ന് സീട്ടു പുറന്തള്ളപ്പെടുന്ന ഒരു തരം രാസപ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് കല്ലുകൾ നിർമ്മിച്ചു എന്നതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ചുണ്ണാമ്പ് കല്ലും ഡയോറ്റോമേഷ്യസ് എർത്തും ചേർത്ത മിശ്രിതം ഉപയോഗിച്ചാണ് ഈ കല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കരുതുന്നു.
ഉപയോഗിച്ചിരുന്നു. ഈ മിശ്രിതം വെള്ളവുമായി കലർത്തി കല്ലുകൾ വാർത്തെടുക്കുകയായിരുന്നു. ഈ രീതി ഉപയോഗിച്ച് വലിയ കല്ലുകൾ കൊണ്ടുപോകാതെ തന്നെ പിരമിഡുകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ടാകാം. പിരമിഡുകൾ പണിതത് അന്യഗ്രഹ ജീവികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുള്ള ഇക്കാലത്ത് ഇത്തരം കണ്ടെത്തലുകളുടെ പ്രാധാന്യം തീരെ ചെറുതല്ല. അങ്ങനെയാണെങ്കിൽ ഈജിപ്ഷ്യൻ പിരമിഡുകൾക്ക് ചുറ്റിയുള്ള മിത്തുകൾക്കും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും ഒരു പരിധിവരെ അവസാനമുണ്ടായിരിക്കുന്നതായിരിക്കും.